ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും കരിയർ ട്രാക്കർ PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് മലയാള സാഹിത്യത്തിലെ കുറച്ച് കൃതികളെയും ആ കൃതികളുടെ രചയിതാക്കളെയും അവർ സൃഷ്ടിച്ച, അവർ ജന്മം നൽകിയ കഥാപാത്രങ്ങളെയും പരിചയപ്പെടാം. PSC പരീക്ഷകളിൽ സാധാരണയായി കഥാപാത്രങ്ങളെ തന്ന് ഇവർ ഉള്ള കൃതി ഏത്, അല്ലെങ്കിൽ ഈ കഥാപാത്രം ഏത് കൃതിയിലേതാണ് എന്ന് സാധാരണയായി ചോദിച്ചു കാണാറുണ്ട്. നമുക്ക് PSC ആവർത്തിച്ച കുറച്ച് കഥാപാത്രങ്ങളെയും ആ കൃതികളും അവരുടെ കർത്താക്കന്മാരും ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ഞാൻ പരിചയപ്പെടുന്നത് OV വിജയൻ. OV വിജയൻ എന്ന പ്രശസ്ത സാഹിത്യകാരന്റെ കടൽത്തീരത്ത് എന്ന കൃതിയാണ്. ഈ കടൽത്തീരത്ത് എന്ന കൃതിയിലെ കേന്ദ്ര കഥാപാത്രം വെള്ളായിയപ്പനാണ്. ഇത് ഒരുപാട് തവണ വെള്ളായിയപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ് എന്ന് പല തവണ PSC ചോദിച്ചു കണ്ടിട്ടുണ്ട്. PSC ആവർത്തിച്ച ചോദ്യങ്ങൾ മാത്രമാണ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കടൽത്തീരത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മകനെ അവസാനമായി കാണാൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തുന്ന വെള്ളായിയപ്പൻ എന്ന പിതാവിന്റെ ഹൃദയഭേദകമായ കഥയാണ് OV വിജയൻ കടൽത്തീരത്ത് എന്ന കൃതിയിലൂടെ നമ്മളോട് പറയുന്നത്. മകനെ കാണാനായി പുറപ്പെടുന്ന പിതാവിന്റെ കയ്യിൽ അമ്മ ഒരു പൊതിച്ചോറ് കൊടുത്തയക്കുന്നുണ്ട്. അമ്മ കൊടുത്തയച്ച ആ പൊതിച്ചോറ് ബലിച്ചോറായി കടൽത്തീരത്ത് ഉപേക്ഷിച്ച് മടങ്ങുന്ന പിതാവിന്റെ ഹൃദയഭേദകമായ കഥ പറഞ്ഞുകൊണ്ട് കടൽത്തീരത്ത് എന്ന കൃതിയിലൂടെ OV വിജയൻ നമ്മുടെ മനസ്സിനെ നന്നായി സ്പർശിക്കുന്നു. വായിക്കാത്തവരുണ്ടെങ്കിൽ വായിക്കണം. അത്രയും നല്ല ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു കഥയാണ് കടൽത്തീരത്ത്. മറ്റൊന്ന് OV വിജയന്റെ തന്നെ ഖസാക്കിന്റെ ഇതിഹാസം. ഈ ഖസാക്കിന്റെ ഇതിഹാസത്തിലെ അപ്പുക്കിളിയും PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ്. പലതവണയായി അപ്പുക്കിളി ഏത് കൃതിയിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഖസാക്കിന്റെ ഇതിഹാസം എന്ന കൃതിയുടെ രചയിതാവ് OV വിജയനാണ്. ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ രവിയും അപ്പുക്കിളിയും അള്ളാപ്പിച്ച മൊല്ലാക്കയും ഒക്കെയാണ്. ഖസാക്ക് എന്ന ഒരു പാലക്കാടൻ ഗ്രാമം പശ്ചാത്തലമാക്കിയാണ് OV വിജയൻ ഖസാക്കിന്റെ ഇതിഹാസം എന്ന ഈ കൃതി രചിച്ചത്. പിന്നീട് മലയാളത്തിന്റെ സ്വന്തം MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായരുടെ ധാരാളം കൃതികളെ പലർക്കും അറിയാമായിരിക്കും അല്ലെ. അസുരവിത്ത്, രണ്ടാമൂഴം, നാലുകെട്ട്, ഇരുട്ടിന്റെ ആത്മാവ്, അങ്ങനെ ധാരാളം കൃതികളെ സൃഷ്ടിച്ച MT വാസുദേവൻ നായർ. അദ്ദേഹത്തിന്റെ അസുരവിത്ത്, ഈ അസുരവിത്തിലെ കേന്ദ്ര കഥാപാത്രം ഗോവിന്ദൻകുട്ടിയാണ്. അസുരവിത്ത് എന്ന വിശേഷണമുള്ളതും ഗോവിന്ദൻകുട്ടിക്കാണ്. വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒന്നും ഒരു ഉപകാരമില്ല എന്ന രീതിയിലാണ് ഗോവിന്ദൻകുട്ടിയെ പലരും കാണുന്നത്. നല്ലൊരു മനസ്സിനുടമയായ ഗോവിന്ദൻകുട്ടിയെ അസുരവിത്തിലൂടെ MT ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ തന്നെയാണ് നമുക്ക് നൽകുന്നത്. കഥ വായിച്ചു തീരുമ്പോൾ ഗോവിന്ദൻകുട്ടിയും നമ്മളോട് ഒരുപാട് അടുപ്പമുള്ള, അല്ലെങ്കിൽ നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, നമ്മുടെ ഉള്ളിലുള്ള ആരൊക്കെയോ ആയി മാറും. അസുരവിത്ത് എന്ന കൃതി രചിച്ചത് MT വാസുദേവൻ നായരാണ്. അതിലെ കേന്ദ്ര കഥാപാത്രമാണ് ഗോവിന്ദൻകുട്ടി. പിന്നീട് എന്നും രണ്ടാമനായി തഴയപ്പെട്ട ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി രണ്ടാമൂഴം എന്ന കൃതി രചിച്ചതും MT വാസുദേവൻ നായരാണ്. പലപ്പോഴും രണ്ടാമനായി തള്ളപ്പെടുന്നത് കൊണ്ടുള്ള ഭീമന്റെ മാനസിക സംഘർഷങ്ങൾ ഒക്കെ ഈ രണ്ടാമൂഴത്തിൽ വ്യക്തമായി പറഞ്ഞു പോകുന്നുണ്ട്. നല്ലൊരു നോവലാണ്. വായിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആദ്യമായി വായിക്കുന്നവർക്ക്. മറ്റൊന്ന് നാലുകെട്ട്. ഫ്യൂഡൽ കുടുംബ വ്യവസ്ഥയും അപ്പുണ്ണി എന്ന കഥാനായകന്റെ മാനസിക സംഘർഷങ്ങളും ഒക്കെ കോർത്തിണക്കിയ നാലുകെട്ട് എന്ന മനോഹരമായ നോവൽ സൃഷ്ടിച്ചത് MT വാസുദേവൻ നായരാണ്. അപ്പോൾ നാലുകെട്ടിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? അപ്പുണ്ണിയും കോന്തുണ്ണിയുമാണ്. മറ്റൊന്നാണ് MT വാസുദേവൻ നായരുടെ തന്നെ ഇരുട്ടിന്റെ ആത്മാവ്. ഭ്രാന്തൻ വേലായുധൻ എന്ന കഥാപാത്രം അനശ്വരമാക്കിയ ഇരുട്ടിന്റെ ആത്മാവ് എന്ന കൃതി. ഇത് പിന്നീട് സിനിമയായപ്പോൾ പ്രേം നസീർ അനശ്വരമാക്കിയ ഒരു കഥാപാത്രം കൂടിയാണ് ഭ്രാന്തൻ വേലായുധൻ എന്നത്.
വളരെ മനോഹരമായ ഒരു നോവലാണ് ഇരുട്ടിന്റെ ആത്മാവ്. മറ്റൊന്ന്, നമുക്കേവർക്കും പരിചിതമായ ആടുജീവിതം, ബെന്യാമിന്റെ ആടുജീവിതം അല്ലെ. ആടുജീവിതം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ബെന്യാമിനെ ഓർമ്മ വരും, പൃഥ്വിരാജിനെ ഓർമ്മ വരും അല്ലെ. പൃഥ്വിരാജ് അനശ്വരമാക്കിയ ഒരു കഥാപാത്രമുണ്ടല്ലേ, ഇത് സിനിമയായപ്പോൾ, നജീബ്. ഇപ്പോ ആടുജീവിതത്തിന്റെ കർത്താവ് ആരാണ്? ബെന്യാമിനാണ്. ആടുജീവിതത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങള് നജീബ് മുഹമ്മദും ഇബ്രാഹിം ഖാദിരിയും ഒക്കെയാണ്. പിന്നീട് രണ്ടിടങ്ങൾ, തകഴിയുടെ, കുട്ടനാടിന്റെ കഥാകാരൻ അല്ലെ, തകഴിയുടെ പ്രശസ്തമായ നോവലാണ് രണ്ടിടങ്ങൾ. അതുപോലെ തന്നെ കുട്ടനാട് തന്നെയായിരുന്നു പശ്ചാത്തലവും, കഥാപാശ്ചാത്തലം കുട്ടനാട് തന്നെയാണ്. ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ ചിരുതയും ചാത്തനുമാണ്. ചിരുതയും ചാത്തനുമാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ. പിന്നീട് തകഴിയുടെ തന്നെ മറ്റൊരു നോവലാണ് തോട്ടിയുടെ മകൻ. ഈ തോട്ടിയുടെ മകനിലെ ചുടലമുത്തു, PSC പലതവണ കണ്ടിട്ടുണ്ട്. ചുടലമുത്തുവും മോഹനനെയും ഒക്കെ സൃഷ്ടിച്ച തോട്ടിയുടെ മകൻ. തോട്ടിയുടെ മകന്റെ രചയിതാവ് തകഴിയും അതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ ചുടലമുത്തുവും മോഹനനുമൊക്കെയാണ്. അവജ്ഞയോടെ കണ്ടിരുന്ന ഒരു ജനവിഭാഗം, അവരും മനുഷ്യന്മാരാണ് എന്ന് ഈ കഥയിലൂടെ തകഴി നമ്മളോട് പറയുന്നു. പിന്നീട് ഏവർക്കും അറിയുന്ന തകഴിയുടെ ചെമ്മീൻ. നമുക്കറിയാമല്ലേ, പലരും സിനിമ കണ്ടതുകൊണ്ട് തന്നെ ഇതിലെ കഥാപാത്രങ്ങളെ എപ്പോൾ ചോദിച്ചാലും നമുക്കറിയാം. ചെമ്പൻ കുഞ്ഞും പളനിയും കറുത്തമ്മയുമൊക്കെ, ഷീലയും മധുവുമൊക്കെ അനശ്വരമാക്കിയ കുറെ കഥാപാത്രങ്ങൾ. ചെമ്മീന്റെ രചയിതാവ് തകഴിയാണ്. കഥാപാത്രങ്ങൾ ചെമ്പൻ കുഞ്ഞും പളനിയും കറുത്തമ്മയും. പിന്നീട് എൻ്റെ പ്രിയപ്പെട്ട കഥാകാരി, വയനാടിന്റെ കഥാകാരിയായ P. വത്സല ടീച്ചറുടെ നെല്ല്. വയനാടൻ പശ്ചാത്തലത്തിൽ കഥ പറയുന്നു. വയനാടൻ ഗ്രാമങ്ങളിലൂടെ, കാടുകളിലൂടെ കയറി കഥ പറയുകയാണ്. മല്ലന്റെയും മാരയുടെയും പ്രണയ കഥ കൂടിയാണ് ഈ നെല്ല്. മനുഷ്യന്റെ കടന്നുകയറ്റത്തെക്കുറിച്ചും. ഈ അടുത്ത കാലത്ത് നമുക്കറിയാം വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തങ്ങളൊക്കെ. വർഷങ്ങൾക്ക് മുന്നേ കഥാകാരി ഇത് മനസ്സിൽ കണ്ടിരുന്നു എന്ന് തന്നെ പറയാം. പ്രകൃതിയെ നശിപ്പിക്കുന്നതും മനുഷ്യന്റെ അത്യാർത്തിയും കടന്നുകയറ്റവും ഒക്കെ ഈ നെല്ലിലൂടെ കഥാകാരി ചിത്രീകരിക്കുന്നുണ്ട്. അപ്പോൾ നെല്ലി എന്ന കൃതിയുടെ കർത്താവ് P. വത്സല ടീച്ചർ. അതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ മല്ലനും മാരയും. മല്ലന്റെയും മാരയുടെയും പ്രണയ കഥ കൂടിയാണ് ഈ നെല്ല്. പിന്നീട് ഓടക്കുഴൽ അവാർഡ്, വയലാർ അവാർഡ്, സാഹിത്യ അക്കാദമി അവാർഡ്, അങ്ങനെ ധാരാളം അവാർഡുകൾ വാരിക്കൂട്ടിയ സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യന് ഒരു ആമുഖം എന്ന നോവൽ. ധാരാളം അവാർഡുകൾ വാരിക്കൂട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് ഏവർക്കും പരിചിതവുമാണ് ഈ നോവൽ. മനുഷ്യന് ഒരു ആമുഖം. മധ്യ കേരളത്തിലെ സാങ്കല്പിക ഗ്രാമമായ തച്ചനക്കരയുടെ പശ്ചാത്തലത്തിൽ എഴുതിയ നോവലാണിത്. ഇതിലെ കേന്ദ്ര കഥാപാത്രം ജിതേന്ദ്രനാണ്. മറ്റൊന്നാണ് KR മീരയുടെ ആരാച്ചാർ. വലിയൊരു പുസ്തകമാണ്, പലരും വായിച്ചിട്ടുണ്ടാവുമായിരിക്കും. ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വായിച്ചെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അതായത് വായനയിലേക്ക് കടക്കാത്തവർക്ക് വായിച്ചെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. വിഷയം അതല്ല, നമുക്ക് കഥാപാത്രങ്ങളെയാണ് പരിചയപ്പെടേണ്ടത്. KR മീര, ആരാച്ചാർ എന്ന കൃതിയുടെ സൃഷ്ടാവ് KR മീരയാണ്. ചേതന ഘൃതാമാലിക്, സഞ്ജയ് എന്നിവരാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. അതായത് ചേതന ഘൃതാമാലിക് എന്ന വനിതാ ആരാച്ചാരായി, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ആരാച്ചാരായി മാറേണ്ടി വന്ന ചേതന ഘൃതാമാലിക്. ഈ ചേതനയെ സഹായിക്കാൻ എന്ന വണ്ണം എത്തിച്ചേരുന്ന സഞ്ജയ് എന്ന ഒരു എന്താ പറയണ്ടേ ജേർണലിസ്റ്റ്. അവരുടെ കഥയാണിത്. പക്ഷെ അവസാനം ചേതനയെ സഞ്ജയ് ചതിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്ന അവസരത്തിൽ എല്ലാവർക്കും വേണ്ടത് എക്സ്ക്ലൂസീവ്സ് ആണ് അല്ലെ. അപ്പോ ആ എക്സ്ക്ലൂസീവ്സിന് ആയി മാത്രമാണ് ചേതനയുമായി അയാൾ
സൗഹൃദം കൂടുന്നത്. പിന്നീട് ചേതന തന്നെ ഈ സഞ്ജയിയെ തൂക്കിക്കൊല്ലുന്ന ഒരു ഭാഗത്തിലാണ് ഈ കഥയുടെ അവസാനം. അപ്പോ ആരാച്ചാർ എന്ന കഥ സൃഷ്ടിച്ചത് KR മീരയാണ്. അതിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് ചേതന, ഘൃത മല്ലിക്കും സഞ്ജയും ഒക്കെ. നമുക്ക് ഏവർക്കും അറിയാവുന്ന നോവലാണ് കേശവദേവിന്റെ P. കേശവദേവിന്റെ ഓടയിൽ നിന്ന്. പപ്പുവും ലക്ഷ്മിയും ഒക്കെ, അതായത് ചക്രവണ്ടി വലിക്കുന്ന പപ്പുവും ലക്ഷ്മിയും ഒക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായ ഓടയിൽ നിന്ന് എന്ന നോവൽ. മറ്റൊന്ന് ഉറൂബിന്റെ ഉമ്മാച്ചു. ഉമ്മാച്ചു എന്ന നോവൽ എഴുതിയത് ഉറൂബാണ്. ഉറൂബ് ആരാണ്? PC കുട്ടിക്കൃഷ്ണൻ അല്ലെ. അപ്പൊ ഉമ്മാച്ചു എന്ന നോവലിന്റെ കർത്താവ് ഉറൂബാണ്. കേന്ദ്ര കഥാപാത്രമാണ് മായൻ. ഞാനിത് വായിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ എനിക്കറിയില്ല. പിന്നീട് MT വാസുദേവൻ നായരും NP മുഹമ്മദും രണ്ടുപേരും കൂടി എഴുതിയ ഒരു നോവലാണ് അറബിപ്പൊന്ന്. ഈ അറബിപ്പൊന്നിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ കോയയും ഈ NP മുഹമ്മദും, ഈ കഥാകാരനായ NP മുഹമ്മദും ഇതിലൊരു കഥാപാത്രമായി വരുന്നുണ്ട്. അപ്പോ അറബിപ്പൊന്ന് MT വാസുദേവൻ നായരും NP മുഹമ്മദും യോജിച്ച് എഴുതിയ നോവലാണ് അറബിപ്പൊന്ന്. ഇതിലെ കഥാപാത്രമാണ് കോയയും ഈ കഥാകാരനായ NP മുഹമ്മദും ഒക്കെ. പിന്നീട് സുന്ദരികളും സുന്ദരന്മാരും അല്ലെ. മലബാർ കലാപം പശ്ചാത്തലമാക്കി എഴുതിയ ഉറൂബിന്റെ നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും എന്ന് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ എഴുതിയത് ഉറൂബാണ്. അതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ ഖദീജയും ഇരുമ്പൻ ഗോവിന്ദൻ നായരുമാണ്. ഇതിലെ ഇരുമ്പൻ ഗോവിന്ദൻ നായരെ PSC പലതവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇരുമ്പൻ ഗോവിന്ദൻ നായർ എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? സുന്ദരികളും സുന്ദരന്മാരും എഴുതിയത് ഉറൂബ്. പിന്നീട് മലയാറ്റൂർ രാമകൃഷ്ണന്റെ വേരുകൾ. രഘുവും അമുലുവും രാമൻ കർത്തായും ഒക്കെ കഥാപാത്രങ്ങളായി എത്തുന്ന മലയാറ്റൂർ രാമകൃഷ്ണന്റെ വേരുകൾ. ഈ വേരുകൾ എന്ന കഥയുടെ ചില ഭാഗം ഏതോ ക്ലാസ്സിൽ, അതായത് വർഷങ്ങൾക്ക് മുന്നേ ഞാനൊക്കെ പഠിച്ചിരുന്ന സമയങ്ങളിൽ വേരുകൾ എന്ന കഥയുടെ ഭാഗങ്ങൾ മലയാളത്തിൽ പഠിക്കാനുണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ചങ്ങമ്പുഴ. കാനനച്ചോരയിൽ ആടുമേയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ അല്ലെ. രമണൻ. ചന്ദ്രികയും മദനനും അവരുടെ പ്രണയകഥ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി, ചന്ദ്രികയെയും മദനനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയ രമണൻ. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകം കൂടിയാണ് ചങ്ങമ്പുഴയുടെ രമണൻ. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകം കൂടിയാണ് ചങ്ങമ്പുഴയുടെ രമണൻ. രമണൻ ചങ്ങമ്പുഴയാണ് എഴുതിയത് എന്ന് പലർക്കും അറിയാം. ചന്ദ്രികയും മദനനുമാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ എന്നും എല്ലാവർക്കും അറിയാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി മറ്റൊരു നല്ലൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഏവർക്കും ബൈ. താങ്ക് യു.